നാക്കിന്റെ പിടുത്തം പിടിച്ചേക്കണം അവിടെ. അതിന്റെ വല്ല ആവശ്യമൊന്നുമില്ല. എന്താണ് അവിടെ പിടിച്ചു കണ്ട് പയ്യാണോ? അങ്ങോട്ട് ആയിക്കൂടെ ആകെ അത് ഇന്നാണ് നമ്മുടെ അവസാനം. അത്ര അതിലപ്പുറം തിരിച്ചായിട്ട് പോ. ആണ് സെന്റർക്ക് പോ. അതാണ് പിടിച്ചു വിചാരിച്ചൊന്നും സംഭവിക്കാനില്ല. വേണ്ട ഓരോരുത്തർ കിടക്കണ് കേട്ടുന്നിട്ട് കണ്ണൊക്കെ പൊത്ത്, 2 ഭാഗം കണ്ണൊക്കെ പൊത്ത് വീണ. എന്റെ മൊബൈല് ഗാലക്സി S25 ഞമ്മാര് വലിപ്പം. എത്ര ദൂരത്തു നിന്നാണ് ഇതൊക്കെ കാണുന്നത്. ഈ വെള്ളച്ചാട്ടം ഒറിജിനൽ അല്ല, ഉണ്ടാക്കിയെടുത്തതാണ്. ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എത്രയോ വലിയ മോട്ടോറിൽ വെള്ളം പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റിയിട്ട് ചാർജ് വിടണത് കേട്ടോ. ഞങ്ങളെ നാട്ടിലുണ്ട് മോനെ. പുതിയ നമ്പർ വല്ലതും ഉണ്ട് പറ അല്ലേ. ഇവരുടെ ഈ ഗ്ലാസിന്റെ കമ്പനിയുടെ ആ ഗ്യാരണ്ടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു മനുഷ്യന്റെ ജീവനാണല്ലത്. ഒരു മനുഷ്യനോ ഒന്ന് പൊട്ടിയാല് ധാരാ. ഓ ശരി. നമ്മുടെ ഈ ഗ്രൂപ്പ് കണ്ടപ്പോ 2 ചീനച്ചട്ടികൾ വന്നിട്ട് ഇരിക്കുകയാണ്. ചൈനക്കാർ വന്നിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടൂർ ആരംഭിക്കുകയാണ്. താഴത്തുനിന്ന് ആരംഭിച്ചാണ് ഷട്ടിൽ സർവീസ്. ഇതുവരെയാണ് ഏകദേശം 2 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് കയറാനുള്ള സംവിധാനങ്ങളാണ് ഈ ഒരുക്കിയിട്ടുള്ളത്. വളരെ സുന്ദരമായ ഒരു കാടിനെ എങ്ങനെ ഇത്ര സുന്ദരമാക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ എത്ര മലകളുണ്ട്. നമുക്കും ചെയ്യാം ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യാത്ത കാരണം ഇന്ന് പണം മുടക്കിയിട്ട് ഈ മാസം തന്നെ ലാഭം കിട്ടണം. അതുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ജീവികളുണ്ട്. എല്ലാം ഇതുപോലെ ഇളകുന്നതും ചലിക്കുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതാണ്. പാമ്പ്, ചേര, തവള, നീർക്കോലി, പല്ലി, മൂട്ട, ഈച്ച, കൂറ എല്ലാം ജീവനുള്ളത് അല്ല, എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഈ മരങ്ങൾ പോലും വെച്ച് പിടിപ്പിച്ചതാണ്. കോൺക്രീറ്റ് ആണ്. ഇവിടെ വെള്ളച്ചാട്ടൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഈ പന്തല് പുല്ലല്ല, ഇരുമ്പാണ്. കോഞ്ഞ് വെൽക്കം. പാറക്കുള്ളിൽ ഒരു മറ്റേ സാധനത്തിന്റെ മുട്ട വിരിഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ്. കുഞ്ഞിതിലുണ്ട്. ഇതിന്റെ പേര് കിട്ടുന്നില്ല പഠിച്ചോനെ. ഇത് ഉണ്ടാക്കിയെടുത്തൊരു കാടാന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ? ഒരെണ്ണേ ചത്തതിൻ്റെ അസ്ഥികൂടം കിട്ടിയതാ. അതങ്ങനെ വെച്ചതാ. പിന്നെ അത് ആനക്കൊമ്പുകളോ അല്ല, ഈ ജന്തുവിൻ്റെ കൊമ്പുകൾ. വൈകുന്നേരം തിരിച്ചിറങ്ങുന്ന സാധനത്തിൽ കൂടെ വളരെ സ്പീഡിൽ ഒരു സാധനം വരുന്നുണ്ട് ഇങ്ങോട്ട് നേരെ ആ കുണ്ടിലോട്ട്. വീണ്ടും ഒരു വലിയ ദിനോസർ കുഞ്ഞ്. ഇപ്പം താനെ എനിക്ക് പേരും വന്നതല്ലേ. ദിനോസറിൻ്റെ ഒരു കുഞ്ഞിതാ കിടക്കണേ. വലിയൊരു മുട്ടയാണ് ഇട്ടത്. ദിനോസറിൻ്റെ ആ മുട്ടക്കകത്ത് കൂടെയാണ്. ആ മുട്ടക്കകത്ത് ചിലന്തി വല. ഒരു എക്കോ. എന്തുവാടേത്. ജീവനുള്ള ചിത്രത്തിനേക്കാളും വേൾഡിൽ ആദ്യമായിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മോഡൽ ഉണ്ടാക്കിയത്, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ചൈനക്കാരനാണ്. ഒരു മലമുകളിൽ നിന്ന് മറ്റൊരു മലമുകളിലേക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടോ, അതിനകത്തൂടെ ആൾക്കാരിങ്ങനെ നടക്കുന്നുണ്ട്, പൊട്ടിത്തെറിച്ച് താഴെ വീഴുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എമ്മാരി പബ്ലിസിറ്റി കൊടുത്തിരുന്നു. ഇപ്പം ലോകം മുഴുവനും ഗ്ലാസ് ബ്രിഡ്ജാ. അപ്പം ഇവരെന്ത് ചെയ്തു? ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെ ഒരു കാട് പണിത്. ഇനി നമ്മളെന്ത് ചെയ്യും? നാട്ടിലൊക്കെ പലരും ഇങ്ങനത്തെ മലകളൊക്കെ എന്താക്കും, ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും, ഗ്ലാസ് ബ്രിഡ്ജും ഇതെല്ലാം കൂടി. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അടുത്ത 5 കൊല്ലം ഇപ്പം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ആർട്ടിഫിഷ്യൽ മലകൾ എങ്ങനെ ഉണ്ടാക്കുക. എന്തിനിപ്പോൾ ഇങ്ങനെ കഥക്കിണ്ടെന്ന് വെക്കോളൂ അല്ലേ. ഇയാൾക്കിത് പറയുമ്പോൾ എന്തോ ഒരു പ്രയാസമാണ്. എത്ര താഴോട്ടുനിന്നാണ് നടന്ന് വരുന്നത് മക്കളെ. അതുകൊണ്ട് കേട്ടോ. ഏതായാലും വരി. ഹലോ. തന്നെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഏത് കുട്ടികളും ചെയ്യേണ്ട എല്ലാ പൂരത്തിനും പാടത്തിനും എക്സിബിഷനിലൊക്കെ ഞങ്ങളെ നാട്ടിലുണ്ട് മോനെ. പുതിയ നമ്പർ വല്ലതും ഉണ്ട് പറ അല്ലേ. അല്ല പിന്നെ ഇതേറ്റാ പേടിപ്പിക്കുന്ന ആളെ. ദിനോസർ. ഇത് പെൺ ദിനോസർ. ഇതിന്റെ സൗണ്ട് വേറെ. എല്ലാവരും ഉണ്ട് ഇതില്. പിന്നെ ഇതാരാണ്? ഇത് കംപ്ലീറ്റ് ഇവൻ തന്നെയുള്ളു, വേറെ ഒന്നുമില്ലേ? എക്ക ദിനോസർ.
അത് അവിടെ അതെ ഒരു എന്താണ് ആ സാധനം ഞമ്മൊരു വലിപ്പമുണ്ട്. എത്ര ദൂരത്തു നിന്നാണ് ഇതൊക്കെ കാണുന്നത്. ഈ വെള്ളച്ചാട്ടം ഒറിജിനൽ അല്ല, ഉണ്ടാക്കിയെടുത്തതാണ്. ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എത്രയോ വലിയ മോട്ടോറിൽ വെള്ളം പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റിയിട്ട് ചാർജ് വിടണത് കേട്ടോ. നോക്കിയാ മോട്ടോറിൽ പമ്പ് ചെയ്യാനുള്ള നമുക്ക് പറയാൻ പറ്റുമോ ഇത്? അപ്പോൾ ഏത് കാലങ്ങളിൽ, വർഷക്കാലം വേനൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു ഡാം ഉണ്ടാക്കാൻ പറ്റും. എന്തൊരു കൂളാണ് ഇവിടെ. മഞ്ഞ് പെയ്യുന്നു. ഇതേ ഒരു മുട്ടേൻ്റെ വിരിഞ്ഞ ഒരാൾ. എന്താ കഥ. ഇങ്ങനെ ഈ വഴിയിലൂടെ സഞ്ചരിക്കണോ അതോ ആ വഴിയിലൂടെ സഞ്ചരിക്കണോ എന്നുള്ളതാണ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. ഞാനിങ്ങനെ പോകാൻ തീരുമാനിച്ചത്. ഇനി അങ്ങനെയാണ് അടുത്ത യാത്ര. ആ തൂക്കുപാലത്തിലൂടെ തൂങ്ങി അപ്പുറത്തേക്ക് പോവാ. ഇതാ ഈ ഒരു റിസ്ക്. ഒരു കയ്യിൽ മൊബൈൽ പിടിക്കുക, ഒരു കയ്യിൽ ചങ്ങല പിടിക്കുക. അങ്ങനെ ഒരു യാത്രയാണ്. സംഭവം റിസ്ക്കാണ്. അല്ലാ വീണ എൻ്റെ മൊബൈൽ ഗാലക്സി S25, എൻ്റെ ഗാലക്സി പാട്ടച്ചനെ. ലോകത്തെ ആദ്യത്തെ ഒരു ഗ്ലാസ് പിടിച്ച് ഇവരാ പണിതത്. ശേഷമാണ് മറ്റുള്ളവരൊക്കെ. ഇതല്ലട്ടാ, വേറൊരു സ്ഥലത്താണ്. അതിന്റെ ശേഷം ഇവിടെ എല്ലാ മലകളും. എത്ര പ്രായമുള്ള ആളുകൾ വരെ വളരെ ഹാപ്പി ആയിട്ടാണ് പോണത്. നടക്കണം. അവിടെ പിടിച്ചാൽ ഓക്കിൻ്റെ പിടുത്തം പിടിച്ചേക്കണം അവിടെ. അതിൻ്റെ വല്ല ആവശ്യമൊന്നുമില്ല. നീ സെൻറ്ററിൽ കൂടി നടക്ക്. ആരാണ്? അങ്ങനെ പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് സെൻറ്ററിൽ കൂടി നടക്ക്. ഇങ്ങോട്ട് അതിലെന്താണ് അവിടെ പിടിച്ച് കണ്ട് പയ്യാണോ? അങ്ങോട്ട് ആയിക്കൂടെ ആകെ. അത് ഇന്നാണ് നമ്മുടെ അവസാനം. അത്ര അതിലപ്പുറം തിരിച്ചായിട്ട് പോ. ആണ് സെൻറ്ററിക്ക് പോ. അതാണ് എന്ത് അത്രേ ഉള്ളൂ. കൈ കുഴപ്പമില്ല. താഴത്ത് നോക്കണ്ട. ഇവിടെ പിടിക്കാതെ പോ. പിടിച്ച് വിചാരിച്ചൊന്നും സംഭവിക്കാനില്ല. ചെറിയ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഒരു തലയിറക്കില്ല. ഇങ്ങനെ പോണേണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടപ്പോ അത് ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയൊക്കെ പോകണം. എന്ത് കാഴ്ചയാണ് അവിടെ. അപ്പോൾ നമ്മുടെ ബിസിനസ് ടൂറിൽ വന്ന മുഴുവൻ പേരെ ചൈനയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒന്ന് നടത്തിച്ചിട്ടുണ്ട്. അതേപോലെ ഈ കാടും മലയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഐറ്റിനറി പാക്കേജാണ്. ഇതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇളകുന്നുണ്ടാ ശരിക്കും ആടുന്നുണ്ട്. കണ്ടാ ആടുന്നുണ്ട്. വേണ്ട ഓരോരുത്തർ കിടന്നിട്ട് ആ കണ്ണൊക്കെ പൊത്ത്. രണ്ട് ഭാഗം കണ്ണൊക്കെ പൊത്തി പിടിക്ക്. രണ്ട് സൈഡ് ലൈറ്റ് അടിക്കടാ. ഇല്ലാതെ നമ്മളിങ്ങനെ കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക. എന്നാൽ താഴെയുള്ളതൊക്കെ കാണുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും അതൊരു ഫീലിംഗ്. കൈകൊണ്ട് രണ്ട് സൈഡ് മറക്കായെന്ന് നോക്ക്. അതന്നെ എന്നിട്ട് കാണും. ഇപ്പം നിങ്ങളൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതെ, പക്ഷെ നടുവിൽ നിന്ന് ചെയ്യേണ്ടിരുന്നത് അവിടെ നിന്ന്. ശരിക്കും പാറക്കെട്ടുകൾ ഇവരുണ്ടാക്കുകയാണ്. അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പണിക്കാരങ്ങനെ ഓരോ പാറകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ സിമെൻറ്റിൽ ഓരോന്നും തേച്ച് മേക്കിയ പാറകളും ഗുഹകളും ടണലുകളൊക്കെ ഉണ്ടാക്കുകയാണ് അവിടെ. ഇതുണ്ടാക്കുന്നത് വെള്ളം ഇങ്ങനെ ചാടി വരാനുള്ള സാധനം ഉണ്ടാക്കുകയാണ് അവിടെ. എങ്ങനെ ഈ മല മുകളിലോട്ട് ഈ ഒരു
സിമെൻറ്റും കമ്പിയും മണലൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വലിയ അത്ഭുതം. അതിനുള്ള സേഫായിട്ടാണ് ഇങ്ങോട്ടൊന്നും ആളുകൾക്ക് യാത്രക്കാർക്ക് പ്രയാസമില്ലാത്ത രീതിക്ക് തന്നെ ഇതിൻ്റെ വർക്കുകൾ. ഓക്കെ ബൈ. ഏറെക്കുറെ ഗ്ലാസ് ബ്രിഡ്ജിനോട് സമാനമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ബ്രിഡ്ജിലാണ് ഇനി കയറാനുള്ളത്. അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. ഓ, നമ്മൾ ആദ്യം കയറിയ ബ്രിഡ്ജാണ് കാണുന്നത്. വാവ്, ഒരു കുഞ്ഞു ഗ്ലാസ്സിലൂടെ സൈഡിലൂടെ ഒരു യാത്ര. വരൂ വരൂ, കടന്നു വരൂ. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ബ്രിഡ്ജ്, 2 മലകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു ബ്രിഡ്ജാണ്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ സെൻട്രലാണ് ഇങ്ങനെ കുറ്റിയ രീതിക്കൊക്കെ അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എവിടെയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചവിട്ടുന്ന നേരത്തെ ഹേ എന്ന് പറഞ്ഞ ഒരു ഒച്ചയൊക്കെ കേൾക്കാം, വിണ്ട് ഇങ്ങോട്ട് കയറും. പക്ഷെ അത് ഒരു ഡിസ്പ്ലേ ആണ്, ഡിജിറ്റലാണ്. ഇതാള് വന്ന് അയാളും പെട്ടുപോയി. അടുത്ത ആൾ കഴിഞ്ഞ ആർക്ക് പെടണം, അയാൾ പുള്ളിയും പെട്ടുപോയി. എനിക്ക് പെടണോ? പെട്ടുപോയി. ഇതിനുള്ളിൽ തലയിടുക. എന്താ കാഴ്ച! കൈ കണ്ണിട്. ഫ്രീ ആണ്, ഫ്രീ ഫ്രീ ഫ്രീ. ഒരു കണ്ണ് പൊത്തിട്ടും എങ്ങനെ നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ, ഇല്ലല്ലോ. അതാണ് ഇതിന്റെ കാഴ്ച. ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ കാഴ്ച. പടച്ചോനെ. ഓ, എടുക്കടാ. 4 1 2 3 എടുത്തോ. എന്ത് കോട്ടായിലൂടെ അതിൻ്റെ ഒരു ഇവരുടെ ഈ ഗ്ലാസിൻ്റെ ആ കമ്പനിയുടെ ആ ഗ്യാരണ്ടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു മനുഷ്യൻ്റെ ജീവനാണല്ലത്. ഒരു മനുഷ്യനോ ഒന്ന് പൊട്ടിയാൽ എത്ര ആളതിനുള്ളിൽ താഴത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഒരു 1.5 സംഭവം തന്നെയാണ്. ഏതായാലും ഇനി കുറച്ചും കൂടി അറ്റത്തേക്ക് നടക്കാം. ഓഹ്, ഇത്രയും ഭാഗം ഒരു തൂണുമില്ലാതെയാണ് നമ്മൾ ഈ നടക്കുന്നത്. മുഴുവനും അടിയിലേക്ക് ഒന്നുമില്ല, ഈ ഒരു കമ്പിയിൽ വലിച്ചു കെട്ടിയതാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. വരെ ഏത് പൊട്ടുന്നത്? അത് ഇവിടെ അല്ല. മനോഹരമായ യാത്ര. അങ്ങനെ ചൈനയിലേക്ക് ഒരു ബിസിനസ് ടീം എന്ന നിലയ്ക്ക് വന്നിട്ടിരിക്കുകയാണ്. ചൈനയിലേക്ക് ഒരു ബിസിനസ് ട്രിപ്പ് എന്നതിലേക്ക് വന്ന് നമ്മുടെ കേരളത്തിലെ ഹംസ അഞ്ചുമുക്കലിൻ്റെ കൂടെ വന്ന് ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം എന്ന പാക്കേജിൽ വന്ന ടീമാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലാണ്. ചൈനയിലെ കോങ്ജോയിലെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതിൽ 2ാമത്തെ റൗണ്ടിലുള്ള ഈ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഇതാരാ? ഓ ശരി, നമ്മുടെ ഈ ഗ്രൂപ്പ് കണ്ടപ്പോൾ 2 ചീനച്ചട്ടികൾ വന്നിട്ട് ഇരിക്കുകയാണ്. ചൈനക്കാർ വന്നിട്ട് ഇരിക്കുകയാണ്. അവർക്കിപ്പോൾ അത് രസമായി, അവർക്കൊരു രസമായി. അത് ആയിക്കോട്ടെ.